ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രിഡ്ജ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതാ ഫ്രിഡ്ജൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അകത്തുനിന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കണ്ടെയ്നേഴ്സൊക്കെ മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ മാറ്റിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് എടുത്തേക്കുന്ന കണ്ടെയ്നേഴ്സൊക്കെയാണിത്. ഇതെല്ലാനും ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാ നേരത്തെ നമ്മൾ ഇതിൽ നിന്നെല്ലാം ബോക്സുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ഗ്ലാസ്സസും പതിയെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഓരോ ഗ്ലാസ്സസും ഇതുപോലെ കഴുകിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഗ്ലാസ്സൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ പോയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനർ കുറച്ച് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കളയുക. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്നതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചിട്ടെടുക്കാം. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാനും കണ്ടെയ്നേഴ്സൊക്കെ മാറ്റാം. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഞാൻ എന്താ ഇവിടെ എടുത്തേക്കുന്നത് ഇതുപോലത്തെ കണ്ടെയ്നേഴ്സാണ്. ഇതിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് മീഷോന്ന് മേടിച്ചതാണ്. ഒരു 6 പീസിൻ്റെ കണ്ടെയ്നേഴ്സാണിത്. പിന്നെ അടുത്തതായിട്ട് ഇതും ഞാൻ മീഷോന്ന് തന്നെ മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇതിലും സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ക്ലീൻ ചെയ്ത ഗ്ലാസ്സസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കണ്ടെയ്നേഴ്സായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ടർക്കി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പൊട്ടിച്ച തേങ്ങയൊക്കെ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ അത്രയേറെ സ്പേസ് കിട്ടും. ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സൊക്കെ ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ആയിട്ട് എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഒരു ഓർഗനൈസറാണ്. സ്ക്വയർ ടൈപ്പാണിത്. അപ്പോൾ ഇതിലും അത്യാവശ്യം ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് നമുക്ക് വെക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത്രയും തന്നെ നമുക്ക് സ്പേസും കിട്ടും. അപ്പം മുകളിലത്തെ പോർഷൻ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് എല്ലാ കണ്ടെയ്നേഴ്സും മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ മേളത്തെ ഡോറിൻ്റെ പോർഷൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മേളത്തെ കണ്ടെയ്നേഴ്സൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് 2 കണ്ടെയ്നേഴ്സ് കൂടി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. താഴെ നമുക്ക് ഇനിയും 2-3 കണ്ടെയ്നേഴ്സും ഒക്കെ വെക്കാനുള്ള സ്പേസ് താഴെയും കിട്ടുന്നുണ്ട്. പിന്നെ ഡോർ സൈഡ് ഞാൻ ഫുഡ് കളറൊക്കെ ഒരു കണ്ടെയ്നറിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും അത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾ ട്രേയുടെ ഉള്ളിൽ ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ വച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കവറിലൊക്കെ പൊതിഞ്ഞിട്ട് വയ്ക്കുകയാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നമുക്ക് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇതുപോലെ ഓരോ ബോക്സസിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതുപോലത്തെ ഒരു ഓർഗനൈസറിൽ ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന ടവൽസൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ബോക്സിൽ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സൊക്കെ ഇതിലാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും കിച്ചണിലേക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ ഞാൻ ഇതുപോലെ മേളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ക്ലോത്ത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് പൊടിയൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. താഴെ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.